ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വെള്ളാങ്കരയിൽ നിന്നും അരിപ്പാലം പോകുന്ന വഴി ഏകദേശം 300 മീറ്റർ മാത്രം ദൂരമുള്ള മഞ്ഞളി കാസയിലേക്കാണ് കേട്ടോ. ചെടികളൊക്കെ വെച്ച് സൂപ്പറായി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. അടിപൊളി. മഞ്ഞളി കാസ റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ, അവർക്ക് തൊട്ടപ്പുറത്ത് മിനി സൂപ്പർ മാർക്കറ്റും കൂടെ ഉണ്ട്. ഏകദേശം 18 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മിനി സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ്. നമുക്ക് സുഖമായിട്ട് ഫാമിലി എല്ലാവരും വന്നിട്ട് നമുക്കിവിടെ ഫുഡ് കഴിക്കാം. അതിനുള്ള നല്ല സ്ഥലമുണ്ട്. പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ വൈറ്റ് പെയിൻറ്റിങ്, അതിൻ്റെ ലൈറ്റ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ്. നമ്മൾ മെയിനായിട്ട് കുറേ ഹോട്ടൽസ് കാണുമ്പോൾ അങ്ങനെ ഓപ്പൺ കിച്ചൺ ഏരിയ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കൺമുമ്പിലാണ് ഇവിടെ ഫുഡ് വെച്ച് തരുന്നത് കേട്ടോ. സോ ഭയങ്കര ഹൈജീൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് പൊറോട്ട വയ്ക്കുന്ന ടേബിളായാലും സ്റ്റൗ ആയാലും എല്ലാം അതെ നല്ല ഫുൾ ഓപ്പൺ ആണ്. ഭയങ്കര ഹൈജീനാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് കേൾക്കാറുണ്ട് ഇങ്ങനെ ആ ഒരു ഭക്ഷണം പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു അങ്ങനെ ഇങ്ങനെ. സോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. കാരണം അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിലാണല്ലോ. അതുകൊണ്ട് സോ ഹൈജീൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം റായ്ചേട്ടൻ, വെള്ളാങ്കല്ലൂരിൻ്റെ വെള്ളാരമൂത്തായിട്ടുള്ള നമ്മുടെ റായ്ചേട്ടൻ. അപ്പോൾ ആൾ പൊറോട്ട ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഇത് 4ാമത്തെ ട്രിപ്പാണ് പൊറോട്ട പോകുന്നത്. നല്ല തിരക്കുണ്ട്. സോ ആൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ട തിരക്കിലാണ്. ഞാനാണെങ്കിൽ ഒരു സൈഡിൽ നിന്നിട്ട് ആൾ പൊറോട്ട ഉണ്ടാക്കുന്നത് ആസ്വദിക്കുകയാണ്. ആക്ച്വലി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ പൊറോട്ട ആരെ കണ്ടുപിടിച്ചല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പൊറോട്ട അല്ലേ? പൊറോട്ടയും ബീഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊറോട്ടയും ബീഫും പൊറോട്ട ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചെയ്യലാണ്. പൊറോട്ട മാവ് കുഴയ്ക്കുന്നതും അത് കഴിഞ്ഞ് അടിച്ച് പരത്തുന്നതും എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതും ചുട്ടെടുക്കുന്നതും പ്രത്യേകിച്ചും അവസാനമായിട്ടുള്ള ഈ സെറ്റിങ് ഇത് കാണാൻ അടിപൊളിയാണ്. പിന്നെ കട്ടിങ്ങിനെ പറ്റിയിട്ട് ചെറിയൊരു ക്ലാസ് എടുത്ത് തന്നോട്ടെ എനിക്ക്. അതായത് ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഉള്ള കട്ടിങ്സ് എല്ലാം ക്യൂബ് സൈസ് ആയിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സവാള തന്നെ പല സൈസിൽ കട്ട് ചെയ്യാം, പല രീതിയിൽ കട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ അതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ കട്ടിങ് കണ്ടില്ലേ നിങ്ങൾ? അതും കുറച്ച് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് ആൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പാനിലാണെങ്കിലും ഈ കറി കാച്ചുന്നതും അതൊക്കെയും ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരത് പിന്നെയും അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ലൈക്ക് ഇപ്പം ചില ആൾക്കാർ വരും കുറച്ച് സ്പൈസി ആയിട്ട് വേണം, ചില ആൾക്കാർ വരും സ്പൈസ് കുറഞ്ഞിട്ട് മതി. സോ അതിനെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ നല്ല ഫുഡാണ് കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ ആൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ പീസുകളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സൈഡിൽ എന്നിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ അറിയാം. ഇപ്പം 2 പ്ലേറ്റാണ് അവർ ബീഫ് പറഞ്ഞത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. സെർവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് എനിക്ക് തോന്നി ആ പ്ലേറ്റിൽ. പിന്നെ ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ആ ബൗളിൽ മൊത്തത്തിൽ അവർ ഫുൾ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെമി ഗ്രേവി വേണ്ട ആൾക്കാർക്ക് സെമി ഗ്രേവി. പിന്നെ അതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. സോ കസ്റ്റമേഴ്സിനെ ഞാൻ അവരുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് റാൻഡമായിട്ട് മൊത്തത്തിൽ എടുത്തിട്ടേ പോയിട്ടുള്ളൂ. പിന്നെ ആൾക്കാർ പുറത്ത് വെയിറ്റിംഗ് ആണ് ഓർഡർ കൊടുത്തിട്ട് അൽഫാമിൻ്റെ. പിന്നെ പൊറോട്ടയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട പാർസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർസലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. സോ അടുത്തതാണ് നമ്മുടെ അൽഫാം. ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പൊടിയും കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ മസാല. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അൽഫാം. എന്നിട്ട് അതിനുശേഷം ഞാൻ നോക്കിയപ്പം അങ്കിൾ ടേബിൾ ക്ലീൻ ചെയ്യാണ് കേട്ടോ. കാരണം പൊറോട്ട അടിക്കുന്ന ടേബിളാണത്. സോ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെയും അവർ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഫാം. അപ്പോൾ ഞാൻ അൽഫാമിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു മെയിനായിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാനായിട്ടേ. സോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അൽഫാമിൻ്റെ കനൽ കെട്ടുപോയായിരുന്നേ. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒണിയൻ്റെ കട്ടിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കട്ടിങ്സ് ഉണ്ട്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്യാം, ഡൈസ് ആയിട്ട് കട്ട് ചെയ്യാം, സ്ലൈസ് ആയിട്ട് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് കട്ടിംഗ് ഉണ്ട്. സോ അതാണ് ഈ ഭാഗത്ത് റോയിച്ചായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്.
ചോപ്പണൊക്കെ കൂടുതൽ കറികൾക്ക് ഉപയോഗിക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ്ടേ? എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് പോയത്. സോ ഫ്രൈഡ് റൈസിൻ്റെ ഹോൾ റെസിപ്പി നമ്മൾ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ. സോ ഇതാണ് കേട്ടോ നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ്. അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഫ്രൈഡ് റൈസ് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. സോ അതിൻ്റെ ചെറിയൊരു ടേസ്റ്റും കുറച്ച് ഗാർലിക്കിൻ്റെ ടേസ്റ്റും മുന്നിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്രൈഡ് റൈസാണ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും റെസിപ്പി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. സോ ചിക്കൻ ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ചിക്കൻ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ അൽഫാമിൻ്റെ സെഷനിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ കാണിക്കുന്ന അൽഫാമിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്, അത് വഴിയെ മനസ്സിലാവും കേട്ടോ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മന്തി റൈസ്. നമ്മൾ നോർമലി അങ്ങനെ മസാല മന്തി റൈസ് ഉണ്ടെങ്കിലും നമ്മൾ കുറവാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് മസാല മന്തി റൈസാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത്. സോ പ്ലേറ്റിലേക്ക് അവർ സെർവ് ചെയ്ത് തരാണ്. നല്ല രസമുണ്ട്. ഗാർണിഷിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ മസാലാസും ഞാൻ ചെറിയതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്കം. ഫ്രൈഡ് റൈസ് ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്, പ്ലസ് അൽഫാം പ്ലസ് കുബൂസും ഉണ്ട്. സോ ഇത് നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. സോ പിള്ളേർ സെറ്റിന് എല്ലാവർക്കും വിഷമം തുടങ്ങി കേട്ടോ. ഇത് ഈ കാണിക്കുന്നത് നമ്മുടെ അൽഫാമാണ്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ടൊമാറ്റോ ചില്ലി അൽഫാമാണ്. സോ അമ്മയും അപ്പച്ചനും എല്ലാവരും കൂടി ഇരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേഴ്സിനൊക്കെയും ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം വിശന്ന് തുടങ്ങി, ടൈമായി. അപ്പോൾ ലാസ്റ്റ് 11 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ലോണം വിഷമം. അങ്ങനെ എല്ലാവരും കൊണ്ട് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അമ്മ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെയായിട്ട് സെർവ് ചെയ്ത് പിന്നെ ഇവർക്ക് കാറ്ററിംഗ് സർവീസസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 week പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ. സോ ഇവിടെ മെയിനായിട്ട് അൽഫാമിൻ്റെ വെറൈറ്റീസാണ് ഉള്ളത് കേട്ടോ. അൽഫാമിൻ്റെ ഒരു 7 or 8 വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവരുടെ മെയിൻ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ടൊമാറ്റോ ചില്ലി അൽഫാം. ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ഉണ്ണിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അടിപൊളി ഫുഡാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്ന് മേടിക്കൂട്ടാ. എല്ലാവരും ഇത് കാണേണ്ടതാണ് കേട്ടോ. അത്രയും നല്ല, കഴിച്ചാലും മതിയാവാത്ത അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്ത നമ്മുടെ കുഞ്ഞു മിഞ്ചൂസിന് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ തംസപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പാവം അങ്ങനെ തംസപ്പ് കൊടുത്തേക്ക്. അപ്പച്ചനും അതേ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി നല്ല ഫുഡായിരുന്നു. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവമാണ് ടൊമാറ്റോ ചില്ലി അൽഫാം. അത് ഇവിടെ മാത്രമുള്ളൂ, വേറെ ഹോട്ടലിൽ പോയി നമുക്ക് കിട്ടില്ല, റെസ്റ്റോറൻറ്റ് പോയി നമുക്ക് കിട്ടില്ല. ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ് ടൊമാറ്റോ ചില്ലി അൽഫാം. അടിപൊളിയാണ്. ഞങ്ങൾ കുഴിമന്തി പഠിച്ച് കഴിക്കാറുണ്ട്. വായന സോ ഇപ്പോൾ നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഫ്രൈഡ് റൈസാണ്. ഞാൻ ഫ്രൈഡ് റൈസ് എവിടെ പോയാലും ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അൽഫാമും അതെ, ഒരു ടൊമാറ്റോ ചില്ലി അൽഫാം. അത് ഈ മഞ്ഞളി കാസയുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഗൈസ് എല്ലാവരും വന്ന് ട്രൈ ചെയ്തേ പറ്റും. അടിപൊളിയാണ്, മിസ്സാക്കരുത്. ഓക്കെ. സോ നമ്മളിപ്പോൾ ലാസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോയിലേക്ക് വന്നേക്കാം. അപ്പോൾ നമ്മൾ റോയ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ അടിപൊളി ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡാണ്. എനിക്ക് ഇഷ്ടമായില്ലേ? അടിപൊളിയായിരുന്നു. അതാ ഒരു വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അതെ. പിന്നെ അവരുണ്ടാക്കുന്ന രീതി, പിന്നെ ആംഗിൾ മിക്സ് ചെയ്യുന്ന രീതി അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ പോയിട്ട് അവിടെ നിന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടെ കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മന്തി റൈസ് കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് എപ്പോൾ പോയാലും കിട്ടും. പിന്നെന്താ അവിടെ സൺഡേ ഓപ്പൺ അല്ല. ആ ഒരു സൺഡേ ഓപ്പൺ അല്ല. സോ ബാക്കി എല്ലാ ദിവസവും എല്ലാ ഫുഡ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. പിന്നെ നമ്മുടെ പേരും അവിടെ പറയണേ. ബിക്കോസ് നമ്മുടെ വീഡിയോ കണ്ടു പോകുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. അതെ, അത് അങ്കിള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ, ഇത് നമ്മുടെ ഫസ്റ്റ് പെയ്ഡ് പ്രൊമോഷൻ ആണ്. അതെ. സോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ.